എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് 8-ലെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നുള്ള ചാപ്റ്ററിലെ മൾട്ടിപ്ലൈയിങ് എ മോണോമിയൽ ബൈ എ പോളിനോമിയൽ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ മോണോമിയൽ ബൈ എ മോണോമിയൽ ആണ് പഠിച്ചത്. മൾട്ടിപ്ലിക്കേഷൻ മോണോമിയൽ ഇൻറ്റു മോണോമിയൽ. ഇന്നത്തെ ക്ലാസ്സിൽ മോണോമിയൽ ഇൻറ്റു പോളിനോമിയൽ. മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പോളിനോമിയൽ എന്താണെന്ന് നോക്കണം. മൊണോമിയൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് മൊണോമിയൽ എന്ന് അറിയാം. ഒരു ടേം മാത്രമുള്ള ഓൺലി വൺ ടേം മാത്രമുള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷനെയാണ് മൊണോമിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ 4x, y², ഇതൊക്കെ ഒരു മൊണോമിയലിന് എക്സാമ്പിളാണ്. ബട്ട് ഇൻ ടു ടേംസ് വരുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ബൈനോമിയൽ എന്ന് പറയും. അതിനെ പറയുന്ന പേരാണ് ബൈനോമിയൽ. അതിനെ വിളിക്കുന്നത് ബൈനോമിയൽ എന്നാണ്. ബൈനോമിയൽ എന്ന് വെച്ചാൽ 2 ടേംസ് ഉണ്ടാവും. ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ 2 ടേംസ് വരുന്നതിനെയാണ് ബൈനോമിയൽ എന്ന് വിളിക്കുന്നത്. 2x + x², ഇതൊരു ബൈനോമിയലാണ്. ഇതിന് 2 ടേംസ് ഉണ്ട്. 2x ഒരു ടേമാണ്, അതുപോലെ തന്നെ x² വേറൊരു ടേമാണ്. ഇങ്ങനെ 2 ടേംസ് ചേർന്നാൽ ബൈനോമിയൽ എന്ന് പറയും. 1 ടേംസ് ചേർന്നാൽ അതിനെ പറയുന്നതാണ് മൊണോമിയൽ. സോ നെക്സ്റ്റ് ട്രിനോമിയൽ. ട്രിനോമിയൽ എന്ന് പറയുമ്പോൾ 3 ടേംസ് കൂടെ ചേർന്നതാണ്. x + y + 3z, ഇത് ട്രിനോമിയലാണ്. ഇവിടെ 3 ടേംസ് ഉണ്ട്. എക്സ് ഒരു ടേമാണ്, അതുപോലെ തന്നെ y നെക്സ്റ്റ് ടേം ആൻഡ് 3z, ഇത് മൂന്നാമത്തെ ടേമാണ്. ഈ രീതിയിൽ 3 ടേംസ് വരുന്ന ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രിനോമിയൽ. പോളിനോമിയൽ എന്നാൽ 1 or more ടേംസ്, ഒന്നോ അതിലധികമോ ടേംസ് ഉള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ അതിനെ പൊതുവായിട്ട് പറയുന്ന പേരാണ് പോളിനോമിയൽ. ഇവിടെ 1 ടേം എന്ന് വെച്ചാൽ മൊണോമിയൽ, അത് 1 or more ടേംസ് എന്ന് വെച്ചാൽ ബൈനോമിയൽ ആകാം, ട്രിനോമിയൽ ആകാം. ഏതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുത്താലും അതിന് പറയുന്ന പേരാണ് പോളിനോമിയൽ. That is, polynomial means 1 or more terms. ഒന്നോ അതിലധികമോ ടേംസ് ഉണ്ടെങ്കിൽ അതിനെ പോളിനോമിയൽ എന്ന് പറയും. ആ ഓൾജിബ്രായിക് എക്സ്പ്രഷനെ പോളിനോമിയൽസ് എന്ന് പറയും. നെക്സ്റ്റ് പോളിനോമിയൽസ് എന്താണെന്ന് നോക്കി. ഇനി എന്താണ്? അവയുടെ മൾട്ടിപ്ലിക്കേഷനാണ് നോക്കുന്നത്. ബൈനോമിയൽ ഇൻറ്റു മൊണോമിയൽ. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ 2 ടേംസ് ഉള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? മൊണോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. 3x × 5y + 2. ഇതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യം നമ്മൾക്ക് എന്തറിയണം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണെന്നറിയണം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ? a × b + c = എന്തായിരിക്കും? a × b plus a × c plus a × c. അതായത് എ എന്നുള്ള നമ്പറോ ഓർ എനി വേരിയബിൾസ് എന്തായാലും അത് ഏതായിരിക്കും? ബ്രാക്കറ്റിനുള്ളിലുള്ള 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 നമ്പേഴ്സ് വന്നാലും അല്ലെങ്കിൽ വേരിയബിൾസ് വന്നാലും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. a × b + c = a × b plus a × c. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾക്ക് ബൈനോമിയലും മൊണോമിയലും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നോക്കേണ്ടത്. ഇവിടെ 3x × 5y + 2
അപ്പോൾ ഈ 3x എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ 3xനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2 ടേംസിനെയും, അതായത് ബൈനോമിയലുള്ള ബ്രാക്കറ്റിലുള്ള 2 ടേംസിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 3x ഇൻറ്റു ഫസ്റ്റ് ഏതാണ് 3x ഇൻറ്റു 5y പ്ലസ് 3x ഇൻറ്റു 5y പ്ലസ് then 3x into 2 3x into 2. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി പഠിച്ചതാണ്. മൊണോമിയലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. അതായത് ഇവിടെ 3x എന്നുള്ളത് ഒരു മൊണോമിയലാണ് ആൻഡ് 5y ഈസ് വേറൊരു മൊണോമിയലാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റിലുള്ളത് ദെൻ പ്ലസ് നെക്സ്റ്റ് ബ്രാക്കറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഇവിടെ 3x ഇൻറ്റു 5y 3x ഇൻറ്റു 5y എങ്ങനെ എഴുതും? ആദ്യം നമ്പേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഇവിടെ നമ്പേഴ്സുകൾ തമ്മിലാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 ഇൻറ്റു 5 ദാറ്റ് ഈസ് 15. ദെൻ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈ ഈസ് എക്സ് വൈ ദാറ്റ് ഈസ് 15xy പ്ലസ് 3 ഇൻറ്റു 2, 3 ഇൻറ്റു 2 ഈസ് 6. ദെൻ എക്സ്, ഇവിടെ എക്സ് എന്നുള്ള വേരിയബിൾ ഇല്ല, ഇവിടെ ഓൾറെഡി നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് സോ എക്സ് അതുപോലെ തന്നെ എഴുതുക. ദാറ്റ് ഈസ് 6x 15xy പ്ലസ് 6x. ആൻസർ ഈസ് 16xy പ്ലസ് 6x. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് പറയാത്തത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. -3x ഇൻറ്റു -5y പ്ലസ് 2. ഇവിടെയും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. -3y ഇൻറ്റു 5y -3x ഇൻറ്റു 5y -3x ഇൻറ്റു -5y പ്ലസ് -3x ഇൻറ്റു 2 -3x into 2. That is നമ്പേഴ്സുകൾ തമ്മിൽ ആദ്യം കോയിഫിഷ്യൻറ്റുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്. ഇത് 2 മൊണോമിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ നമ്പേഴ്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. -3 ഇൻറ്റു -5 ദാറ്റ് ഈസ് 15. മൈനസ് ഇൻറ്റു മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സൈൻ എന്താണ് വരിക? പ്ലസ് ആണ് വരിക. മൈനസ് പ്ലസ് ആണ് വരിക. മൈനസ് ഇൻറ്റു പ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും? മൈനസ് ആണ്. ഇവിടെ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഏതാ വരിക? പ്ലസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. -3 ഇൻറ്റു -5 ഈസ് പ്ലസ് 15. ദെൻ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈ ഈസ് എക്സ് വൈ, വേരിയബിൾസ് എക്സ് വൈ. അതുപോലെ തന്നെ പ്ലസ് എന്ത് കിട്ടി ഇവിടെ? -3 ഇൻറ്റു 2, -3 ഇൻറ്റു 2 ഒന്ന് മൈനസ് ആണ്, മറ്റേത് പ്ലസ് ആണ്. സോ ആൻസറിൽ സൈൻ ഏത് വരും? മൈനസ് വരും. ദാറ്റ് ഈസ് -6 ഇൻറ്റു എക്സ് 6x ദാറ്റ് ഈസ് 6x. അപ്പോൾ ആൻസർ ഈക്വൽ ടു 15xy -6x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5xy ഇൻറ്റു y² പ്ലസ് 3. മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യനാണിതും. 5xy എന്താണ് ചെയ്യേണ്ടത്? 5xy ഇൻറ്റു y² പ്ലസ് 5xy ഇൻറ്റു 3. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. therefore 5xy ഇൻറ്റു y² പ്ലസ് 5xy ഇൻറ്റു 3.
5xy into y square, that is 5x into y square എന്നുള്ളത് സെയിം വേരിയബിൾ തന്നെ. വൈയും വൈ സ്ക്വയറും സെയിം വേരിയബിളാണ്. അതുകൊണ്ട് y ഇൻറ്റു വൈ സ്ക്വയർ എന്തെഴുതാം, അതിൻ്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണം, പവേഴ്സ് ആഡ് ചെയ്യണം. വേരിയബിളിന് ചേഞ്ച് ഇല്ല, ബട്ട് പവേഴ്സ് ആഡ് ചെയ്യണം. ഇവിടെ 1 y raised to 1ഉം വൈ സ്ക്വയറുമാണ്. അപ്പോൾ 1 + 2 ഈസ് 3. പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 + 2 ഈസ് 3. ദറ്റ് ഈസ് y raised to 3. അപ്പോൾ ആൻസറിൽ 5x ഇൻറ്റു y raised to 3 ആണ്. പ്ലസ് 5 ഇൻറ്റു 3, നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാം. 5 ഇൻറ്റു 3 ഈസ് 15. ദെൻ വേരിയബിൾ xy. That is the answer. Next part, multiplying a monomial by a trinomial. അതായത് monomial into trinomial. ഇവിടെ എക്സാമ്പിളിൻ്റെ 3p ഇൻറ്റു 4p സ്ക്വയർ പ്ലസ് 5p പ്ലസ് 7. 3p എന്നുള്ള മൊണോമിയലിനെ കൊണ്ട് ഏത് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4p സ്ക്വയർ പ്ലസ് 5p പ്ലസ് 7 എന്നുള്ള ട്രിനോമിയൽ കൊണ്ട്. ഇവിടെ 3 ടേംസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ട്രിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇത് ബൈനോമിയൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. 3p ഇൻറ്റു 4p സ്ക്വയർ, ദറ്റ് ഈസ് 3p ഇൻറ്റു 4p സ്ക്വയർ പ്ലസ് 3p ഇൻറ്റു 5p, 3p ഇൻറ്റു 5p പ്ലസ് 3p ഇൻറ്റു 7, 3p ഇൻറ്റു 4p സ്ക്വയർ പ്ലസ് 3p ഇൻറ്റു 5p പ്ലസ് 3p ഇൻറ്റു 7. That's equal to 3 into 4, 12. Then variable ആയ p into p square. p into p square is p raised to, പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. വേരിയബിൾ സെയിം വേരിയബിൾ ആണെങ്കിൽ അവയുടെ മൾട്ടിപ്ലിക്കേഷനിൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. സെയിം വേരിയബിൾ ആണെങ്കിൽ പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യണം. p raised to 1 into p square, that is p raised to 1 plus 2. 1 plus 2 is 3. p raised to 3. 12 p raised to 3 plus 3 into 3p into 5p. 3 into 5 is 15. Then p into p. p into p എത്രയായിരിക്കും? പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 1 p raised to 1 plus 1 into p raised to 1. That is 1 plus 1. 1 plus 1 is 2. Therefore, answer is 15p square plus 3p into 7. 3 into 7, 21. Then variable p. So, the answer is 12p cube plus 15p square plus 21p. Next question. X into x minus 3 plus 2 for x equal to 1. ഇവിടെ x into x minus 1 എന്നുള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷനെ പ്ലസ് 2 എന്നുള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷൻ സോൾവ് ചെയ്യുക. ദെൻ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം? x ഈക്വൽ ടു 1 ആണ് തന്നിട്ടുള്ളത്. എക്സിന് 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യുക ഈ കിട്ടിയ ആൻസറിൽ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. therefore x into x minus 3 plus 2 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെ ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എന്തായിരിക്കും? മുന്നേയുള്ള പ്രോബ്ലത്തിലൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് എക്സ് ഇൻറ്റു എക്സ് ഈസ് എക്സ് റേസ് ടു 1. എക്സ് റേസ് ടു 1 എന്നുള്ള പവറാണ് വരുന്നത്. 1 എന്നുള്ള പവറാണ് വരുന്നത്. therefore എക്സ് റേസ് ടു പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 1 plus 1 is 2 ആണ്. അപ്പോൾ ആൻസർ എക്സ് റേസ് ടു 2. എക്സ് റേസ് ടു 2.
That is x into x is x square minus, ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്, കാരണം ഇവിടെ മൈനസ് എന്നുള്ള സൈനാണുള്ളത്. ഫോർ എക്സ് ഇൻറ്റു 3, എക്സ് ഇൻറ്റു 3 ഈസ്, എക്സ് ഇൻറ്റു 3 എങ്ങനെ എഴുതാം, 3x. കോയിഫിഷ്യൻ്റ് നമ്പേഴ്സാണ് ഫസ്റ്റ് എഴുതുക, അതുകൊണ്ട് തന്നെ മൈനസ് 3x. ദെൻ പ്ലസ് എന്തുണ്ട്, 2. സോറി, ഇവിടെ 1 അല്ല 2 ആണ്. അപ്പോൾ 2 പ്ലസ് 2. നെക്സ്റ്റ് എക്സിന് വാല്യൂ കൊടുക്കുന്നു, എക്സിന് 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു, എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 1 raised to 2 മൈനസ് 3 ഇൻറ്റു എക്സ് ഈസ് 1, 3 ഇൻറ്റു 1 പ്ലസ് 2. അതായത് എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 1 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ 1നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ, 1ൻ്റെ എത്ര പവർ ആയാലും 1 ഇൻറ്റു 1, 1 ഇൻറ്റു 1, ഇവിടെ 1 2 ആണ്. 1 raised to 2 ഈസ് 1 ഇൻറ്റു 1 ആണ്. 1 ഇൻറ്റു 1 എത്രയായിരിക്കും, 1 തന്നെയാണ്. മൈനസ് 3 ഇൻറ്റു 1, 3 പ്ലസ് 2 ഈക്വൽ ടു 3 മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. അടുത്ത ക്ലാസ്സിൽ പോളിനോമിയൽ എന്താണെന്നും മോണോമിയൽ, ബൈനോമിയൽ, ട്രിനോമിയൽ ഇതൊക്കെ നോക്കി. ദെൻ അവയുടെ മൾട്ടിപ്ലിക്കേഷനുമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ബൈനോമിയൽ ഇൻറ്റു ബൈനോമിയൽ എന്നുള്ള ഒരു പാർട്ടും കൂടെ നോക്കാനുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.